വിശ്വാസികളായ നമ്മളെ സംബന്ധിച്ച് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് നമുക്ക് ഉണ്ടായിരിക്കേണ്ട സ്നേഹം, നബിതങ്ങളെ സ്നേഹിക്കുക എന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട താല്പര്യം നബിതങ്ങളോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള വഴികൾ, ഇതൊക്കെയാണ് ഓരോ സന്ദർഭത്തിലും വിശുദ്ധ റബീഉൽ അവ്വൽ മാസം കടന്നു വരുമ്പോൾ നമ്മുടെ നിരന്തരമായ അന്വേഷണത്തിൽ കടന്നു വരേണ്ടത്. നബിതങ്ങളെ സ്നേഹിക്കാതിരുന്നാൽ നമ്മൾ വിശ്വാസികളല്ല എന്ന് നിസ്സംശയം നമുക്കറിയാം. നബിതങ്ങളെ സ്നേഹിക്കുക എന്ന് പറയുന്നത് എങ്ങനെയാണ് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശ്വാസികളായ നമ്മൾ സ്വീകരിക്കേണ്ടത്, സ്നേഹിക്കേണ്ടത്? ആ സ്നേഹം എങ്ങനെയൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ പ്രതിഫലിക്കുന്നത്? സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു അനുരണനം നമുക്ക് അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനുള്ള അതിയായ ആഗ്രഹം ഉണ്ടാവുക എന്നതാണ്. നബിതങ്ങളെ കാണാൻ അതിയായി കൊതിച്ചുകൊണ്ടിരിക്കുക, ആഗ്രഹിച്ചുകൊണ്ടിരിക്കുക. നബിതങ്ങളെ കാണാത്ത, ജീവിതത്തിൽ ഒരിക്കൽ പോലും അനുഭവിക്കാത്ത നമുക്ക് അങ്ങനെ ഒരു ആഗ്രഹമുണ്ടോ? അങ്ങനെ ഒരു കൊതി ഉണ്ടോ? അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്: എനിക്ക് ശേഷം ഒരു സമൂഹം വരാനുണ്ട്, അവരവരുടെ സമ്പാദ്യങ്ങളെ, അവരുടെ കുടുംബങ്ങളെ, അവരുടെ സർവസ്വത്തെയും ത്യജിച്ചുകൊണ്ടും എന്നെ ഒരു നോക്ക് കാണാൻ വേണ്ടി അവർ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, സർവ്വതും സമർപ്പിച്ച് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഭാഗം, അവരായിത്തീരുക നമ്മൾ എന്നതാണ് നമ്മുടെയൊക്കെ ലക്ഷ്യം. അതിനുള്ള വഴി അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം നമ്മൾ പഠിക്കുക എന്നതാണ്. നബിതങ്ങളുടെ ജീവിത ചരിത്രത്തിലൂടെ സഞ്ചരിക്കുക എന്നതാണ്. നബിതങ്ങളുടെ ചുറ്റും ജീവിച്ചിരുന്ന സ്വഹാബി വര്യന്മാർ എങ്ങനെയാണ് നബിതങ്ങളെ കണ്ടത്, അനുഭവിച്ചത്, അവരെങ്ങനെയാണ് നബിതങ്ങളോട് പുലർന്നുപോയത് എന്നതിനെക്കുറിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുക എന്നതാണ്. നബിതങ്ങളുടെ ചുറ്റും ജീവിച്ചിരുന്ന പ്രകൃതിയിലെ അചേതനങ്ങളായ വസ്തുക്കൾ, നബിതങ്ങൾ ചവിട്ടി നടന്നുപോയ മണൽത്തരികൾ, നബിതങ്ങൾ നിത്യവും ഇങ്ങനെ കണ്ടിരുന്ന ചെറു കൽത്തരികൾ, ചുറ്റുമുണ്ടായിരുന്ന കുന്നുകൾ, മാമലകൾ, ഈത്തപ്പനകൾ, അങ്ങനെ തുടങ്ങി ഈ പ്രകൃതിയിലെ ഓരോ വസ്തുവും നബിതങ്ങളെ എങ്ങനെ ആഗ്രഹിച്ചു, നബിതങ്ങളോടുള്ള ആ ജീവനില്ലാത്ത വസ്തുക്കളുടെ ഇഷ്ടം എന്തായിരുന്നു, ഇതൊക്കെയും മനസ്സിലാക്കി പോവുക എന്നതാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് മനസ്സിലാവുമോ? അങ്ങനെ വായിച്ചു തീർക്കാവുന്നതാണോ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ? അങ്ങനെ മനസ്സിലാക്കി തീർക്കാൻ കഴിയും നമുക്ക് നബിതങ്ങളെ എന്ന് വിചാരിക്കുകയിൽ അത് നമ്മുടെ ഏറ്റവും വലിയ മൗഢ്യമാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമുക്കാർക്കും അറിയില്ല എന്ന് പറഞ്ഞാൽ അതിൽ കൗതുകമില്ല. നമ്മളാരും നബിതങ്ങളെ കണ്ടിട്ടും അനുഭവിച്ചിട്ടുമില്ല. നബിതങ്ങളെ അനുഭവിച്ചവർക്ക് നബിതങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞാലോ? നബിതങ്ങളോട് നബിതങ്ങളെ കാണാൻ അതിയായി കൊതിച്ച ഒരാളുടെ പേരാണ് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു. ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു നബിതങ്ങളെ കണ്ടിട്ടില്ല. കാണാൻ വേണ്ടി ഉവൈസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് പോയിട്ടുണ്ട്.
മദീനയിലേക്ക് ഉവൈസ് റളിയല്ലാഹു അൻഹു വരുന്നതിന് മുമ്പ് തന്നെയും മദീനയിലുള്ള സത്യവിശ്വാസികൾക്ക്, നബി തങ്ങളുടെ സഹാബിവര്യന്മാർക്ക് ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ നന്നായി അറിയാം. എങ്ങനെയാണ് അവർക്ക് ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ അറിയാൻ കഴിഞ്ഞത്? ആയിരക്കണക്കിന് കിലോമീറ്റർ ദൂരെയുള്ള യമൻ എന്ന ദേശത്ത് ജീവിക്കുന്ന ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ മദീനയിൽ ജീവിക്കുന്ന സ്വഹാബിമാർ മനസ്സിലാക്കി? അതിന്റെ കാരണം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബി തങ്ങളുടെ സദസ്സിൽ വെച്ച് പലപ്പോഴായി ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. എനിക്ക് യമനിൽ ഒരു സുഹൃത്തുണ്ട്, എന്റെ ആത്മമിത്രം. ആ സുഹൃത്തിന്റെ സുഗന്ധം ഞാൻ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് കൂടെ കൂടെ കേട്ടപ്പോ സഹാബിമാർ ചോദിക്കും, നബിയെ, ആരാണ് ഈ യമനിലെ ഈ സ്നേഹിതൻ? അപ്പൊ നബി തങ്ങൾ പറയും, ഉവൈസുൽ ഖർനി. അപ്പൊ ഒരു വേള സഹാബിമാർ ചോദിക്കും നബിയോട്, നബിയെ, അങ്ങക്ക് അദ്ദേഹത്തോടുള്ള ഇഷ്ടം, അദ്ദേഹത്തിന് അങ്ങയോടുള്ള ഇഷ്ടം, ഇങ്ങനെ രണ്ടുപേർക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ എന്തുകൊണ്ടാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് അങ്ങയെ കാണാൻ വേണ്ടി വരാത്തത്? അപ്പൊ നബി തങ്ങൾ സഹാബിമാരോട് പറയും, ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ എന്നെ കാണാനുള്ള കൊതിയില്ലാഞ്ഞിട്ടല്ല അദ്ദേഹം വരാത്തത്. അദ്ദേഹത്തിന്റെ വൃദ്ധയായ മാതാവ് രോഗിയായി കിടക്കുകയാണ്, അന്ധയായ രോഗിയായ ഉമ്മാനെ പരിചരിക്കുന്നത് മൂലം ഉവൈസ് റളിയല്ലാഹു അൻഹുവിന് ഉമ്മയുടെ പരിസരത്ത് നിന്ന് മാറി നിൽക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഉവൈസ് റളിയല്ലാഹു അൻഹു എന്നെ കാണാൻ വരുന്നില്ല. എന്നാൽ ഉമ്മാക്ക് ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ ആഗ്രഹം അറിയാമായിരുന്നു. തന്റെ മകൻ നബി തങ്ങളെ കാണാൻ അതിയായി ആഗ്രഹിക്കുന്നുണ്ട് എന്നറിഞ്ഞ ഉമ്മ ഒരു വേള ഉവൈസ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, മോനെ, നീ പോയി മദീനയിൽ ചെന്ന് നബി തങ്ങളുടെ വീട്ടിൽ ചെന്ന് നബി തങ്ങളെ സന്ദർശിച്ചു വരൂ എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്ന് കാണാനാണ് പറഞ്ഞത്. കൂടെ ഒന്നുകൂടി ഓർമ്മപ്പെടുത്തി, ഞാൻ രോഗിയാണ്, ഈ ശയ്യാവലംബിയായി കിടക്കുന്ന ഞാൻ ഇത്ര ദൂരം സഞ്ചരിച്ച് തിരിച്ചു വരും വരെ ഞാൻ ജീവിച്ചിരിക്കണം എന്നില്ല. അതുകൊണ്ട് എന്റെ മോൻ വളരെ വേഗം വരണം, നബി തങ്ങളുടെ വീട്ടിൽ ചെന്ന് കണ്ട് വളരെ വേഗം തിരിച്ചു വരണം. ഉവൈസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് നബി തങ്ങളെ കാണാൻ വേണ്ടി പുറപ്പെട്ടു. നബി തങ്ങളുടെ വീട്ടിന്റെ വാതിലിൽ വന്ന് മുട്ടി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വാതിൽ തുറന്ന് ആയിഷ ബീവിയോട് ഉവൈസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്റെ ഹബീബ് എവിടെയാണ്? നബി തങ്ങൾ എവിടെയെന്ന് ചോദിച്ചു. ആയിഷ ബീവി പറഞ്ഞു, നബി തങ്ങൾ ഇവിടെ ഇല്ലല്ലോ. നബി തങ്ങൾ ഇതാ ഈ മദീനയോട് ചേർന്ന് കിടക്കുന്ന മദീന പള്ളിയിലുണ്ട് നബി തങ്ങൾ എന്ന് ആയിഷ ബീവി മറുപടി പറഞ്ഞു. ഉവൈസ് റളിയല്ലാഹു അൻഹു ആയിഷ ബീവിയോട് പറഞ്ഞു, എങ്കിൽ ഞാൻ തിരിച്ചു പോവുകയാണ്, എനിക്ക് നബി തങ്ങളെ കാണാൻ തരമില്ല. എന്നോട് എന്റെ മാതാവ് പറഞ്ഞിരിക്കുന്നത് വീട്ടിൽ ചെന്ന് കാണാനാണ്, വീട്ടിൽ നബി തങ്ങൾ ഇല്ലെങ്കിൽ ഉടനെ തിരിച്ചു ചെല്ലാനാണ് എന്റെ മാതാവിന്റെ കൽപ്പന. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നു. എന്റെ പേര് ഉവൈസ്, ഞാൻ വരുന്നത് യമനിൽ നിന്ന്. എന്റെ ഹബീബ് വന്നാൽ എന്റെ സലാം അങ്ങയോടൊന്ന് പറയണം എന്ന് ആയിഷ ബീവിയോട് ഉവൈസുൽ ഖർനി റളിയല്ലാഹു അൻഹു പറഞ്ഞു. ആയിഷ ബീവിക്ക് ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ പേര് കേട്ടപ്പോൾ ആളെ കാണാൻ കൊതിയുണ്ടായി. വാതിൽ തുറന്നു പുറത്തേക്ക് നോക്കിയപ്പോഴേക്കും ഉവൈസ് റളിയല്ലാഹു അൻഹു തിരിഞ്ഞു നടന്നിരുന്നു. ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ പിന്നാമ്പുറം മാത്രമാണ് ആയിഷ ബീവി കണ്ടത് എന്നാണ്. നബി തങ്ങൾ വീട്ടിൽ വന്നപ്പോ ആയിഷ ബീവിയോട് ചോദിച്ചു, ഇവിടെ ഞാൻ ഉവൈസിന്റെ സുഗന്ധം ആസ്വദിക്കുന്നുവല്ലോ, ഉവൈസ് ഇവിടെ വന്നിരുന്നുവല്ലോ, എന്റെ ഹബീബ് ഉവൈസ് ഇവിടെ സന്ദർശിച്ചിട്ടുണ്ടല്ലോ, എന്താണ് ഉണ്ടായത് എന്ന് ചോദിച്ചു. ആയിഷ ബീവി സംഭവിച്ചത് പറഞ്ഞു. ആയിഷ ബീവിയോട് നബി തങ്ങൾ പറഞ്ഞു, ആയിഷ, നീ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ ഉവൈസിന്റെ പിന്നാമ്പുറം കണ്ടു, അതുകൊണ്ട് തന്നെ നിന്റെ എല്ലാ പാപങ്ങളും പുറത്തു തന്നിരിക്കുന്നു പടച്ചതമ്പുരാൻ. ഈ ഉവൈസ് റളിയല്ലാഹു അൻഹു രണ്ടാം തവണ ഒരിക്കൽ കൂടി മദീനയിൽ വരുന്നുണ്ട് കേട്ടോ. നബി തങ്ങളെ കാണാൻ വേണ്ടി രണ്ടാമത്തെ തവണ ഉവൈസ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് വരുന്നു. വരുന്നതിന് മുമ്പ് നബി തങ്ങൾ പറയുന്നുണ്ട്, ഉവൈസ് റളിയല്ലാഹു അൻഹു വരും എന്നെ കാണാൻ, പക്ഷേ ഞങ്ങൾ തമ്മിൽ പരസ്പരം കാണൂല. ഉവൈസ് റളിയല്ലാഹു അൻഹു മദീനയിൽ വരുന്ന ദിവസം ഞാൻ വിട പറഞ്ഞിട്ടുണ്ടാവും. പറഞ്ഞതുപോലെ ഉവൈസ് റളിയല്ലാഹു അൻഹു ഉമ്മയുടെ മരണത്തിന് ശേഷം മദീനയിൽ നബി തങ്ങളെ കാണാൻ വേണ്ടി വന്നു. മദീനയിൽ എത്തിയിട്ട് ഉവൈസ് റളിയല്ലാഹു അൻഹു അവിടെയുള്ളവരോട് ചോദിച്ചു, നബി തങ്ങൾ എവിടെയാണ്? അപ്പൊ അവര് പറഞ്ഞു, നബി തങ്ങൾ വിട പറഞ്ഞു, നബി തങ്ങളുടെ വിശുദ്ധ റൗദ ഷരീഫ്, ഖബർ ഷരീഫ് അവിടെയാണ് എന്ന് പറഞ്ഞു. അത് കേൾക്കേണ്ട താമസം ഉവൈസ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു.
ബോധം തെളിഞ്ഞപ്പോൾ ഉവൈസ് റളിയല്ലാഹു അൻഹു ഉറക്കെ വിളിച്ചു പറഞ്ഞു, എന്നെ ആരെങ്കിലും ഈ മദീന നഗരത്തിൽ നിന്ന് പുറത്തേക്ക് എടുത്തുകൊണ്ട് പോകണം. ഇവിടെ ഈ മദീന മണ്ണിൽ നബിതങ്ങൾ കിടക്കുന്ന മണ്ണിനോട് ചേർന്ന് കിടക്കുന്ന ഈ മണ്ണിൽ എനിക്ക് ചവിട്ടി നിൽക്കാനുള്ള യോഗ്യതയില്ല. അതുകൊണ്ട് എന്നെ ആരെങ്കിലും ഒന്ന് എടുത്ത് മദീനയുടെ മദീനയുടെ നഗരത്തിന്റെ പുറത്തേക്ക് എത്തിക്കണം എന്ന് ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്ന് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയും. നബിതങ്ങള് സഹാബിമാരോട് ഇതിങ്ങനെ സംസാരിക്കുന്ന കൂട്ടത്തിൽ നബിതങ്ങളുടെ ഒരു തിരുവസ്ത്രം ഉമർ റളിയല്ലാഹുവിനെ ഏൽപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത് ഉവൈസിനെ കണ്ടെത്തിയതിനു ശേഷം ഉവൈസിനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞു. ഉമർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കാണുമെന്നും നബി തങ്ങൾ പ്രവചിച്ചു. ഉമർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ അന്വേഷിച്ചു കുറെ കാലം നടന്നു. ഒടുവിൽ അവർ ഉവൈസ് റളിയല്ലാഹു അൻഹുവിനെ കണ്ടെത്തി. ഈ തിരുവസ്ത്രം ഉവൈസ് റളിയല്ലാഹു അൻഹുവിന്റെ കയ്യിൽ കൊടുത്തു. അത് സ്വീകരിച്ചു, ഭവ്യതയോടെ അത് സ്വീകരിച്ചു. എന്നിട്ട് ഉവൈസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവുമായി സംസാരിക്കുന്ന മധ്യേ ആ സംഭാഷണത്തിന്റെ ഇടയിൽ ഉവൈസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, ഉമർ, നിങ്ങൾ നബിയെ കണ്ടിട്ടുണ്ടോ? എന്തൊരു ചോദ്യമാണത്. ഉമർ റളിയല്ലാഹു അൻഹു നബിയെ കണ്ടില്ല എന്ന് ഉവൈസ് റളിയല്ലാഹു അൻഹു എങ്ങനെ പറയാം? ആ ചോദ്യത്തിന് എന്തെങ്കിലും പ്രാധാന്യമുണ്ട് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഉവൈസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, ഉമറെ, നിങ്ങൾ നബിയെ കണ്ടിട്ടുണ്ടോ? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. അലി റളിയല്ലാഹു അൻഹു ചോദിച്ചു, അലി, നീ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാനും കണ്ടിട്ടുണ്ട്. ഉവൈസ് റളിയല്ലാഹു അൻഹു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അടുത്ത ചോദ്യം, നബി തങ്ങളുടെ രണ്ട് കൺപുരികത്തിന്റെ ഇടയിൽ നിങ്ങൾ എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരുമോ? ഈ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ കഴിയാതെ ഉമർ റളിയല്ലാഹു അൻഹുവും അലി റളിയല്ലാഹു അൻഹുവും പരസ്പരം നോക്കിയിരുന്നു. കൂട്ടത്തിൽ ഉവൈസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമർ, നിങ്ങൾ കണ്ടിട്ടില്ല. അലി, നിങ്ങൾ കണ്ടിട്ടില്ല. നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല കാണാത്തത്, സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖും കണ്ടിട്ടില്ല. നബി തങ്ങളുടെ പ്രിയതമമാരും കണ്ടിട്ടില്ല. ഇവരാരും നബിയെ കണ്ടിട്ടില്ല എന്ന് ആരെ പറയണത്? നബി തങ്ങൾ കാണാത്ത ഉവൈസ് റളിയല്ലാഹു അൻഹു. എന്ത് കാഴ്ചയെ കുറിച്ചായി പറയണത്? നബി തങ്ങളുടെ ആത്മസ്വരൂപത്തെ കണ്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നബി തങ്ങളുടെ നൂറിനെ കണ്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. നബി തങ്ങളെ ശരിയായി കണ്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ ഇവരൊക്കെ നബിയെ കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ട്. അബ്ദുൽ മുത്തലിബ് നബിയെ കണ്ട ഒരു സംഭവം പറയുന്നുണ്ട്. അബ്ദുൽ മുത്തലിബ് ഒരിക്കൽ നബിയെ കാണാൻ ആഗ്രഹിച്ചു. അങ്ങനെ കാണാൻ ആഗ്രഹിച്ച അബ്ദുൽ മുത്തലിബ് നബി തങ്ങളോട് കുട്ടിക്കാലത്ത്, കുഞ്ഞായിരിക്കുന്ന കാലത്ത്, നബി തങ്ങളുടെ ശരീരം കാണാനുള്ള കൊതി കൊണ്ട് ഒരു കട്ടിൽ ഒരുമിച്ച് കിടക്കാറുള്ള അബ്ദുൽ മുത്തലിബ് നബിയോട് പറഞ്ഞു, വസ്ത്രം അഴിച്ചു വെച്ചിട്ട് കിടന്നുറങ്ങാൻ. നബി തങ്ങൾക്ക് സ്വന്തം ഉപ്പാപ്പ ഇങ്ങനെ പറഞ്ഞപ്പോ അത് തള്ളാൻ കഴിഞ്ഞില്ല. അങ്ങനെ രണ്ടുപേരും കൂടി ഒരു കട്ടിലിൽ കിടന്നു. കൗതുകത്തോടു കൂടി നബി തങ്ങളെ ഇങ്ങനെ നോക്കി. നബി തങ്ങളെ നോക്കിയപ്പോ നബി തങ്ങളുടെയും ഈ നോക്കുന്നയാളുടെയും ഇടയിൽ ഒരു തിരശ്ശീല വന്നു. തിരശ്ശീല മാറ്റി നോക്കി. അപ്പൊ നബി തങ്ങളുടെ ശരീരത്തിൽ ഒരു വസ്ത്രം ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ ചരിത്രത്തിൽ പലയിടത്തും വെച്ച് കാണും നബി തങ്ങളുടെ ശരീരം ആരെങ്കിലും കണ്ടോ എന്ന് ചോദിച്ചാൽ ആരും കണ്ടില്ല. അപ്പൊ നബി തങ്ങളുടെ ശരീരം ആരും കണ്ടില്ല. ഈ കാഴ്ചയെ കുറിച്ചാണോ പറയണത്? നബി തങ്ങളെ ശരിക്ക് കണ്ടോ എന്ന ചോദ്യത്തിന് നബി തങ്ങളുടെ രൂപം എങ്ങനെയാണ് എന്ന് പലരും നമ്മുടെ മുമ്പിൽ പറഞ്ഞു തരുന്നുണ്ട്. അതൊക്കെ എങ്ങനെയുള്ള ഒരു അവതരണം ആയിരിക്കുമെന്ന് നിങ്ങൾ സങ്കല്പിച്ചു നോക്കിയിട്ടുണ്ടോ? നബി തങ്ങളുടെ രൂപത്തെ കുറിച്ച് വെറുതെ ഒന്ന് നമ്മൾ സങ്കല്പിച്ചാൽ നബി തങ്ങളുടെ രൂപം എന്താണ് എന്ന ഒരു അവതരണം നമുക്ക് പലരുടെ ഭാഗത്തായിട്ട് കാണാൻ പറ്റും, കേൾക്കാൻ പറ്റും. അത് അങ്ങനെ തന്നെയാണ് എന്ന് എങ്ങനെയാണ് നമുക്ക് ഉറപ്പ് പറയാൻ പറ്റുക? ഒരു സാധ്യതയില്ല. ബുസൂരി ഇമാം പറയുന്നുണ്ട്, സൂര്യനെ കാണും പോലെ എന്ന് പറയുന്നു. അപ്പൊ സൂര്യനുമായിട്ട് ബുസൂരി ഇമാം ഉപമിക്കുന്നു നബി തങ്ങളെ. വിദൂരതയിൽ നിന്ന് കാണുമ്പോൾ ഒരു ചെറിയ ഗോളമാണ്, അടുത്തേക്ക് വരുമ്പോൾ നമ്മുടെ കണ്ണ് കഴിച്ചു പോകും.
അടുത്തേക്ക് എത്തിയാൽ നബി തങ്ങളെ കാണാൻ കഴിയില്ല എന്നാണ് ബുസൂരി ഇമാം പറയുന്നത്. ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കണ്ടതിനെ കുറിച്ച് പറയുന്നുണ്ട്. ഞാനിങ്ങനെ നബിയെ ഇങ്ങനെ നോക്കി. ആരാണ് ഈ നോക്കുന്ന ആളെന്ന് പറയും? ഒരു കവിയാണ്, വിശ്വോത്തരനായ കവി. ആരാണ് കവി എന്ന് ഞാൻ വിശദീകരിക്കണം. ഒരു കവി എന്ന് പറഞ്ഞാൽ ഒന്നിനെ സൂക്ഷ്മമായിട്ട് കാണുകയും അതിനെ പ്രേക്ഷകരുടെ മുമ്പിൽ ഏറ്റവും സൂക്ഷ്മമായി അവതരിപ്പിക്കുകയും ചെയ്യുന്നയാളാണ് കവി. അപ്പൊ കവി കാണും പോലെ മറ്റൊരാൾക്ക് കാണാൻ കഴിയില്ല, കവി പറയും പോലെ നമുക്ക് വിശദീകരിച്ചു തരാനും കഴിയില്ലല്ലോ. അങ്ങനെയുള്ള ഹസ്സാൻ ഇബ്നു സാബിത്ത്, നബി തങ്ങളുടെ പ്രിയപ്പെട്ട കവി ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നബിയെ കണ്ടതിനെ കുറിച്ച് പറയുകയാണ്. ഞാൻ നബിയെ കണ്ടു, നബി തങ്ങളുടെ മുഖത്തേക്ക് ഞാൻ ഇങ്ങനെ നോക്കി, നബി തങ്ങളുടെ ശരീരത്തിൽ നിന്ന് പ്രവഹിക്കുന്ന പ്രകാശം കൊണ്ട് എന്റെ കണ്ണ് മഞ്ഞളിച്ചു പോയി. എന്റെ കണ്ണിന് അന്ധത ബാധിക്കുമോ എന്ന് ഞാൻ ഭയന്നു. അതുകൊണ്ട് ഞാൻ എന്റെ കൈത്തരം കൊണ്ട് നബി തങ്ങളുടെ മുഖത്തിന്റെയും എന്റെ കണ്ണിന്റെയും ഇടയിൽ തിരശ്ശീല വെച്ചു, മറവ് പിടിച്ചു. അങ്ങനെയാണ് ഞാൻ നബി തങ്ങളെ കണ്ടത്. എന്നിട്ട് ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞതുപോലെ പറയുന്നുണ്ട്, ചന്ദ്രനാണ് നബി, അല്ല സൂര്യനാണ് നബി. ചന്ദ്രനും സൂര്യനും അല്ല, സൂര്യചന്ദ്രൻ ഒന്നായി ചേർന്നവരാണ് എന്റെ നബി. സൂര്യനും ചന്ദ്രനും കൂടി ചേർന്നതാണ് എന്റെ നബി. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട് നബി തങ്ങളെ കുറിച്ച്, ഞങ്ങൾ ഉഹദിൽ അന്നൊരു പൗർണമി നാളായിരുന്നു. 14-ാം രാവിന്റെ പൂർണ്ണചന്ദ്രൻ ഉഹദിന്റെ മലഞ്ചെരിവിൽ നിന്ന് ഇങ്ങനെ ഉദിച്ചുയരുന്നു. പൂർണ്ണ ശോഭയിൽ ഞങ്ങൾ ആ ചന്ദ്രനെ ഇങ്ങനെ കണ്ടു. അതിനിപ്പുറത്തായി തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഉഹദിന്റെ ചരിവിൽ ഇങ്ങനെ ഇരിക്കുന്നു. തലയിൽ ഒരു ചെമന്ന തലപ്പാവും അണിഞ്ഞ്, തലയിൽ ഒരു ചെമന്ന തലപ്പാവ് അണിഞ്ഞ നബിയെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ നിങ്ങൾ. ആരാണ് നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറയുന്നിടത്ത് നബി തങ്ങളുടെ സൗന്ദര്യത്തെ കുറിച്ച് പറയും. നബി തങ്ങളുടെ സൗന്ദര്യം എന്താണ്? നബി തങ്ങളുടെ സൗന്ദര്യം എന്താണ് എന്ന് ചോദിച്ചാൽ ഇനി അതിനോട് സമം വെക്കാവുന്ന ഒന്നുമില്ല. പാതി എന്ന് പറയും യൂസുഫ് നബിയുടെ സൗന്ദര്യത്തെ കുറിച്ച്. അപ്പൊ നബി തങ്ങളുടെ സൗന്ദര്യം എന്തായിരിക്കും? അങ്ങനെ തികഞ്ഞ സൗന്ദര്യത്തിന്റെ മൂർത്തി ഭാവമായ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തലയിൽ ഒരു ചെമന്ന തലപ്പാവ് കൂടി ധരിച്ചു എന്ന് നിങ്ങൾ സങ്കല്പിക്കുക. ഇതിനെ കുറിച്ചാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നത്. ഞങ്ങൾ ഉഹദിന്റെ മലയിൽ ഇങ്ങനെ ഒരു വശത്ത് നിന്ന് ഉയർന്നു പൊങ്ങുന്ന പൂർണ്ണ ചന്ദ്രനെ നോക്കി, അപ്പുറത്ത് നബി തങ്ങളെയും നോക്കി. ഏത് ചന്ദ്രനാണ് ഏറ്റവും കൂടുതൽ സൗന്ദര്യം? ഞങ്ങൾ താരതമ്യപ്പെടുത്തി, ഞങ്ങൾ തീർപ്പിലെത്തി. ഏറ്റവും ശോഭയാർന്ന ചന്ദ്രൻ തിരുതിങ്കൾ ത്വഹ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്, ആ നബി. അപ്പൊ സൗന്ദര്യത്തിന്റെ നിറകുടം തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചാണ് പറയുന്നത്. ആ നബിയെ കണ്ടോ എന്നാണ് ഉവൈസ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത് കേട്ടോ. കണ്ടില്ല എന്നാണ് അദ്ദേഹം തീർത്ത് പറയുന്നത്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കാണാൻ പോയ ഒരു സന്ദർഭത്തെ കുറിച്ച് പറയുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കലശലായ ആഗ്രഹം, അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് കാണണം. അങ്ങനെ നബി തങ്ങളോട് പലയാവർത്തി പറഞ്ഞ് നബി തങ്ങൾ പിൻവാങ്ങാൻ വേണ്ടി ശ്രമിച്ചു. ഒടുവിൽ സമ്മർദ്ദത്തിന്റെ ഭാഗമായിട്ട് നബി തങ്ങൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ഒരു കുന്നിൻ ചരിവിലേക്ക് ആനയിച്ചു കൊണ്ടുപോയി. എന്നിട്ട് കണ്ടോളൂ എന്ന് പറഞ്ഞു. ഒരു മാത്രം കാണാൻ ശ്രമിച്ച അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ബോധരഹിതനായി വീണു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ നബി തങ്ങളെ കാണാൻ പറ്റിയില്ല. അപ്പോ ഇങ്ങനെ പറയുമ്പോ എനിക്കും ഉണ്ടായിരുന്നു കേട്ടോ, ഇങ്ങനെയൊക്കെ അവതരിപ്പിക്കണോ നബി തങ്ങളെ? നബി തങ്ങൾ ഇങ്ങനെ നമുക്ക് ആർക്കും നമ്മുടെ കാഴ്ചയ്ക്ക് പ്രാപ്യമല്ലാത്ത ഒരു നബി തങ്ങളായിട്ട് അവതരിപ്പിക്കണോ എന്നൊരു സന്ദേഹം നമുക്കൊക്കെ ഉണ്ടാവും സ്വാഭാവികമായിട്ടും. അത് നമ്മുടെ അജ്ഞത കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നതിന് ഞാൻ ഒരൊറ്റ ഉദാഹരണം പറയാം, അപ്പൊ മനസ്സിലാവുന്നത്. ഇസ്രാ മിഅ്റാജ് യാത്ര, ഉഡ്ഡയന യാത്ര എന്ന് കാവ്യ ഭാഷയിൽ പറയാം. ഈ യാത്രയിൽ വെച്ച് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജിബ്രീലിനോട് ഒരു സ്ഥലത്തെത്തുമ്പോൾ പറയും, ജിബ്രീൽ ഇവിടുന്ന് അങ്ങോട്ട്, നബി തങ്ങളോട് പറയും, നബിയെ ഇവിടുന്ന് അങ്ങോട്ട് എനിക്ക് പ്രവേശനം സാധ്യമല്ല. എന്തേ കാരണം? ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പ്രവേശിച്ചാൽ ഞാൻ കരിഞ്ഞ് ചാരമായി പോകും. ആരാണ് ജിബ്രീൽ അലൈഹിസ്സലാം? പ്രകാശമാണ് ജിബ്രീൽ അലൈഹിസ്സലാം. സാധാരണ മനുഷ്യനാണ് എന്ന് ഇവിടെ ചിലർ പറയുന്നത് നിങ്ങൾ ഇങ്ങനെ വെറുതെ ഓർത്ത് നോക്കിയാൽ മതി. ഇവിടെ അവസാനിക്കും അത്. ആ വർത്തമാനങ്ങളൊക്കെ ഇവിടെ അവസാനിക്കും. നബി തങ്ങൾ സാധാരണ മനുഷ്യനാണ്, മനുഷ്യ ശരീരം. ഈ ഉടലുമായി നബി തങ്ങൾ പോയി എവിടേക്ക്? ജിബ്രീലിന് അപ്രാപ്യമായ ഒരു സ്ഥലത്തേക്ക്.
ജിബ്രീലിന് പ്രവേശനം നിഷേധിക്കപ്പെട്ട ഒരു സ്ഥലത്തേക്ക് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഈ മനുഷ്യ ശരീരവുമായി പോയി. അവിടുന്ന് ഒരു പുതിയ ഉടുപ്പ് ധരിച്ചു പോയതല്ല, അങ്ങനെ പോയി. ജിബ്രീൽ പറഞ്ഞു, ഞാൻ ഇവിടെ ഈ സീമന്ത രേഖ മുറിച്ചു കടന്നാൽ പിന്നെ ഞാനില്ല എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. നബി തങ്ങൾ അതും കടന്നു പോയി. എന്നിട്ട് അമ്പും വില്ലും പോലെ ഞാൻ ഇങ്ങനെ സന്ധിച്ചു, അള്ളാഹുവുമായി സന്ധിച്ചു. ഈ നബിയെ കുറിച്ച് നമ്മൾ പറയുന്നത്. ഇനി നിങ്ങൾ പറയും, അങ്ങനെ പറയണോ? ഇങ്ങനെ കണ്ടാൽ കാണാൻ കഴിയാത്ത ഒരു നബിയെ കുറിച്ച് അവതരിപ്പിക്കണോ എന്ന് ഇനി നിങ്ങൾ പറയൂ. അപ്പൊ നമ്മൾ കണ്ടു എന്ന് പറയുന്ന നബി, അത് നമ്മുടെ കാഴ്ചയുടെ ഈ ദുർബലതകൾക്കകത്ത് നിന്നുകൊണ്ട് നമ്മൾ കണ്ടുപോയ നബിയാണ്. അത്രയേ ഉള്ളൂ. ഈ നബിയെ കണ്ടവരെയാണ് സഹാബിമാർ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും കാര്യത്തിൽ സംശയമുണ്ടോ? സംശയമില്ല എന്ന് മാത്രമല്ല, നിങ്ങൾ ഒരു ചരിത്ര സന്ദർഭം എന്നെ വലിയ തോതിൽ ഒരു സ്ട്രൈക്ക് ചെയ്ത ഒരു ചരിത്ര സന്ദർഭം നമ്മളൊക്കെ കേട്ടുപോയ സന്ദർഭം തന്നെയാണ് കേട്ടോ. ഞാനതൊരു ആവർത്തി നിങ്ങളെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിക്കുന്നു മാത്രം. അതിന്റെ ആ ഒരു സന്ദർഭത്തെ നിങ്ങൾ ഓർത്തു നോക്കൂ. മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു നബിയും സഹാബിവര്യന്മാരും. എങ്ങനെയാ പോയത്? സന്തോഷത്തോടെയല്ല, കരള് പറിക്കുന്ന വേദനയോടുകൂടിയാണ് അവർ ഓരോരുത്തരും പോയത്. അത് ഓരോരുത്തരുടെയും ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അങ്ങനെ ഈ മണ്ണിൽ നിന്ന് പിഴുതെടുത്ത് മക്കയിൽ നിന്ന് മദീനയിലേക്ക് പലായനം ചെയ്തു. അതിനു മുമ്പ് എന്തെല്ലാം മക്കയിൽ സംഭവിച്ചു? സാമ്പത്തിക ഉപരോധം ഉണ്ടായി, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. പട്ടിണി കിട്ടു. അബീ ത്വാലിബിന്റെ മലഞ്ചെരിവിൽ കഴിക്കാൻ ഭക്ഷണം ഇല്ലാണ്ട് മരത്തിന്റെ വേരുകൾ, കാട്ടിലകൾ അത് തിന്ന് 2 വർഷക്കാലം അവരുടെ വിസർജ്യം മൃഗങ്ങളെ പോലെ ഗാഢമായ വിസർജ്യമായിരുന്നു എന്ന് പറയും. അത് ആരാണ് എന്ന് കൂടി ആലോചിക്കണം. ആരാണ് ആ കൂട്ടത്തിലുള്ളത് എന്ന് ആലോചിക്കണേ. നമ്മുടെ പ്രിയപ്പെട്ട മാതാവ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹയുണ്ട്. പ്രഭ്വിയായി മക്കയിൽ ജനിച്ച് അങ്ങനെ എല്ലാ കൊട്ടാര സമാനമായ സുഖങ്ങളും അനുഭവിച്ച് ജീവിച്ചു പോയ ബീവി ഖദീജ റളിയല്ലാഹു അൻഹ അടക്കമുള്ളവരുണ്ട്. എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യത്തിന്റെ, പ്രയാസത്തിന്റെ, പട്ടിണിയുടെ ദുരിതപൂർവമായ കാലങ്ങളിലൂടെ ജീവിച്ചു പോയവരെ സംബന്ധിച്ച് 2 വർഷം അവർക്ക് ഭക്ഷണം കിട്ടാതിരിക്കുന്നു എന്ന് പറയുന്നത് അവരുടെ ജീവിതത്തിലെ ഒരു പ്രശ്നമല്ല. സുഭിക്ഷതയുടെ എല്ലാം ആസ്വദിച്ച ഒരാൾക്ക് ഒരു ദിവസം, ഒരു നാൾ പെട്ടെന്ന് ഇതൊക്കെ നിഷേധിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു പ്രയാസം ആയിരിക്കുമല്ലോ. അങ്ങനെ ജീവിച്ചു. ഇനി നോക്കൂ നിങ്ങൾ, തെരുവിലൂടെ വലിച്ചഴച്ച് കൊണ്ടുപോയി ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയെ. വസ്ത്രം അഴിച്ചു മാറ്റിയിട്ട് തെരുവിൽ അവർ അധിക്ഷേപിക്കപ്പെട്ടു, ക്രൂരമായി കൊല ചെയ്യപ്പെട്ടു. യാസിർ റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു അതിക്രൂരമായ പീഡനങ്ങൾക്ക് ഇരയായി. 2 ദിശയിലേക്ക് തിരിച്ചു വെച്ചിരിക്കുന്ന ഒട്ടകങ്ങളുടെ കാലിൽ അവരുടെ 2 കാലുകൾ ബന്ധിപ്പിച്ച് 2ആയിട്ട് പിളർത്തി, ശരീരത്തെ 2ആയിട്ട് പിളർത്തി. ബിലാൽ റളിയല്ലാഹു അൻഹു. ഈ ചരിത്ര സന്ദർഭമൊക്കെ നിങ്ങളുടെ ഓർമ്മയിലൂടെ എങ്ങനെ ഒന്ന് മിന്നിയും അറിയണം. അത് കഴിഞ്ഞ് മദീനയിലേക്ക് പോയി. മദീനയിൽ നിന്ന് വർഷങ്ങൾ കഴിഞ്ഞ് ഇസ്ലാം തടിച്ച് വളർന്ന് വികസിച്ചതിന് ശേഷം മക്കയിലേക്ക് തിരിച്ചു വന്നു. ആ സന്ദർഭത്തെയാണ് ഞാൻ പറയുന്നത്. മറ്റൊന്നും ആലോചിക്കേണ്ട, ആ ഒരു ചരിത്ര സന്ദർഭത്തെ മാത്രം ആലോചിക്കുക. നിങ്ങൾ ആലോചിക്കേണ്ടത് മക്കയിലെ ഈ പീഡന പർവ്വങ്ങളെല്ലാം ഏറ്റ സ്വഹാബിവര്യന്മാരിൽ ഏതെങ്കിലും ഒരാളുടെ സ്ഥാനത്ത് നിങ്ങൾ നിൽക്കുക. അതാരുമാവാം. അത് ബീവി സുമയ്യ റളിയല്ലാഹു അൻഹയാവാം, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആവാം, ഉമർ റളിയല്ലാഹു അൻഹു ആവാം. അവിടെ നിങ്ങോട്ട് ഇങ്ങനെ വന്നിട്ട് മിസ്ർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ ആരുടെയും ഭാഗത്തിൽ നിന്ന് നിങ്ങൾ ഇങ്ങനെ ഒന്ന് സങ്കല്പിച്ചു എങ്ങനെയാണ് ആ കാലത്ത് അവർ ജീവിച്ചു പോയത്. എല്ലാം കഴിഞ്ഞ് മദീനയിൽ നിന്ന് മക്കയിലേക്ക് ജയിച്ചടക്കി വരികയാണ് കേരളത്തിലേക്ക്, മക്കയിലേക്ക്. അങ്ങനെ മക്കയിലേക്ക് വരുന്ന ഈ നബിയും സഹാബിമാരും മക്കയിലേക്ക് വന്നു. മക്കയിൽ വരുന്ന ഒരു നിമിഷം അവരുടെ മനോഭാവം എന്തായിരിക്കും അവരുടെ മനോഭാവം? അപ്പൊ ആരൊക്കെ ഉണ്ട് അവിടെ? അവരെല്ലാവരും ഉണ്ട്. മക്കയിലെ പഴയ എല്ലാ പ്രതാപികളും ഉണ്ട്, എല്ലാ ക്രൂരതകൾ ചെയ്തവരുമുണ്ട്. അങ്ങനെ ഇരിക്കുന്ന ഒരു സന്ദർഭത്തിൽ അവരുടെ എല്ലാം ശിരസ് താഴ്ന്ന് കുനിഞ്ഞ് ഇനി ഇപ്പോൾ നടപടി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്ന ഒരു സമയം. അപ്പൊ എങ്ങനെയായിരിക്കും ബിലാൽ റളിയല്ലാഹു അൻഹു ഉണ്ടാവുക? അമ്മാർ റളിയല്ലാഹു അൻഹു ഉണ്ടാവുക? അമ്മാർ റളിയല്ലാഹു അൻഹു വെറുതെ ഒന്ന് സങ്കല്പിക്കണം. അമ്മാർ റളിയല്ലാഹു അൻഹുവിന്റെ പുറം ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ തടവിയിട്ട് പറഞ്ഞു, എന്തൊരു ശരീരമാണിത്, ഇങ്ങനെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. പാറ പോലെ
ആമയുടെ പുറന്തോട് പോലെ ഗാഠമായ ഈ ശരീരം തടവിയിട്ട് ഇങ്ങനെ ഒരു മനുഷ്യ ശരീരം ഞാൻ കണ്ടിട്ടില്ല. എന്താ സംഭവിച്ചതെന്ന് നിങ്ങൾക്കറിയാം. അമ്മാർ ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ ശരീരം ഇങ്ങനെ ചുട്ടുപഴുപ്പിച്ച ഇരുമ്പ് കൊണ്ട് പുറം പൊള്ളിച്ച് ശരീരം ഉരുകി ഒലിച്ച് തെരുവിലൂടെ വലിച്ചഴച്ച് മാംസം അടർന്നുപോയി ഈ ശരീരഭാഗം ഗാഠമായ പുറം തോട് എന്ന് തൊട്ടാൽ അറിയാത്ത വണ്ണം ശരീരം മാറി ഇങ്ങനെയുള്ള ഒരു ശരീരമുള്ള ഖബ്ബാബ് റളിയല്ലാഹു അൻഹുവിനെ നിങ്ങൾ സങ്കല്പിക്കുക. ശരീരത്തിലൂടെ ഇങ്ങനെ ഈ ഈത്തപ്പനയുടെ പത്തല് ചെത്തി കൂർപ്പിച്ച് തലങ്ങും വിലങ്ങും കോർത്തു അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ. അങ്ങനെ പച്ചയായ ശരീരത്തിൽ വേദന കൊണ്ട് അമ്മാർ റളിയല്ലാഹു അൻഹു ഒരിക്കലും ഇങ്ങനെ പെടഞ്ഞിട്ട് അറിയാതെ നിഷേധം പറഞ്ഞുപോയി. അങ്ങനെയുള്ള അമ്മാർ റളിയല്ലാഹു അൻഹുവിനെ ആലോചിക്കും. ഇവരൊക്കെ ഉണ്ട് കേട്ടോ, ഇവരൊക്കെ മക്കയിലേക്ക് വരികയാണ്. മക്കയിലേക്ക് വരുന്ന നിമിഷം എങ്ങനെയായിരിക്കും ഇവരുടെ മനോഭാവം എന്തായിരിക്കും? സർവ അതിക്രമികളുടെയും മുഖത്ത് നോക്കിയിട്ട് രണ്ടെണ്ണം പെടയ്ക്കണം എന്ന് എന്തായിരുന്നാലും ആഗ്രഹിക്കാതിരിക്കില്ല. എന്നാൽ അവിടെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് നിർദ്ദേശിക്കുകയാണ്, ഇന്ന് എല്ലാവർക്കും മാപ്പ് എന്ന് പറയണം. അപ്പോ സ്വാഭാവികമായും പഴയകാല ഓർമ്മകൾ ഇങ്ങനെ മനസ്സിലേക്ക് തിരതല്ലി വന്ന സഹാബിമാർ നബിയോട് ചോദിക്കും, നബിയെ ബിലാലുണ്ട് ഇവിടെ, അമ്മാർ ഉണ്ട് ഇവിടെ, ഖബ്ബാബ് ഉണ്ട് ഇവിടെ. ഇങ്ങനെ എണ്ണി പറയും, ഒക്കെ ഇങ്ങനെ ഓർമ്മപ്പെടുത്തും. അങ്ങനെ ഓർമ്മപ്പെടുത്തുമ്പോ അതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ഒരൊറ്റ തവണ ഒരവസരം എന്നാണ് ആ ചോദ്യം. നബി തങ്ങൾ എന്താ പറഞ്ഞത്? അവരിലെ ഒന്നാമനായ അബൂ സുഫിയാന്റെ വീട്ടിൽ അഭയം തേടിയവർക്കും മാപ്പ്. കഴിഞ്ഞു, ഇനി ഒന്നുമില്ല, അവസാനിച്ചു. കണ്ടോ, നോക്കൂ, ഈ എല്ലാ ക്രൂരതകളും അനുഭവിച്ച ഞാൻ നേരത്തെ ഇങ്ങനെ പറഞ്ഞില്ലേ, നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ നിന്ന് ആലോചിച്ചു, നമ്മുടെ പ്രാദേശിക സാഹചര്യത്തിൽ നിന്ന്, നമ്മുടെ ഈ മലയാള നാട്ടിലെ സാഹചര്യത്തിൽ നിന്ന് ആലോചിക്കും. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ ഒരു പോസ്റ്റർ ഒട്ടിക്കുമ്പോൾ തുടങ്ങിയിട്ട് നിങ്ങൾ അനുഭവിച്ച പ്രശ്നങ്ങളെ നിങ്ങൾ ഓർത്തു നോക്കുക. അതിനോട് മധുരമായി പകരം കിട്ടാൻ കിട്ടുന്ന ഒരു അവസരത്തെ നിങ്ങൾ എങ്ങനെയായിരിക്കും? അതാണോ മക്കയും മദീനയിൽ നിന്ന് മക്കയിലേക്ക് വന്നാൽ സംഭവിക്കേണ്ടത്? അല്ല. അപ്പോ എന്താണ് അവിടെ സംഭവിച്ചത്? അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗ്രഹം അത് ഇതാണ് എന്ന് വിശദമായി അവർ പ്രഭാഷണം നടത്തി ബോധ്യപ്പെടുത്തിയതല്ല. സഹാബിമാരെ മുഴുവൻ വിളിച്ചിരുത്തിയിട്ട് ഓരോ കഥകളും പറഞ്ഞ് നിങ്ങൾ ഇങ്ങനെയേ ജീവിക്കാവൂ എന്ന് പറഞ്ഞതല്ല. ഒറ്റ വാക്ക്, ഇന്ന് ആരുടെ മേലും പ്രതികാരമില്ല, അവിടെ അവസാനിച്ചു. ഇതാണ് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്ന് പറഞ്ഞാൽ സഹാബിമാർ നബിയെ എങ്ങനെ മനസ്സിലാക്കിയിരുന്നു എന്ന് ചോദിച്ചാൽ, നബി തങ്ങളുടെ ആഗ്രഹം എന്താണോ, കൽപ്പന വേണ്ട, ആഗ്രഹം എന്താണോ ആ ആഗ്രഹം അറിഞ്ഞു പ്രവർത്തിക്കുക എന്നതായിരുന്നു സഹാബിമാരുടെ ജീവിത രീതി. അങ്ങനെ അവർ പാകപ്പെട്ടിരുന്നു. നബി തങ്ങൾ അവർ അങ്ങനെ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ട് അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവർക്കുണ്ടായിരുന്ന പ്രിയം, അതിനെക്കുറിച്ച് ഒന്ന് ഓർത്തു നോക്കൂ. നബി തങ്ങളെ എങ്ങനെയാണ് സഹാബിമാർ കണ്ടത്? സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി തങ്ങളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹം എന്തായിരുന്നു, കരുതൽ എന്തായിരുന്നു എന്നതിന് ദീർഘമായി നമ്മൾ ഇങ്ങനെ ആ സിദ്ദീഖ് ചരിത്രത്തിലൂടെ പോവേണ്ടതില്ല. ഒരൊറ്റ സന്ദർഭം മാത്രം ആലോചിച്ചാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ടല്ലോ, സിദ്ദീഖ് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു നിമിഷം എനിക്ക് തരുമോ? പകരം എന്റെ ജീവിതം മുഴുക്കെ ഞാൻ അങ്ങേക്ക് തരാം. ഏതാണ് ഈ ഒരു നിമിഷം? ആ ഗുഹയ്ക്കകത്ത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നബി തങ്ങളെ കരുതലോടെ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മടിയിൽ കിടത്തി ഉറക്കിയ ആ നിമിഷം എനിക്ക് ഇങ്ങോട്ട് തന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത എല്ലാ കർമ്മങ്ങളും സിദ്ദീഖ് നിങ്ങൾക്ക് അങ്ങോട്ട് തരാം എന്ന് പറയാണ് ഉമർ റളിയല്ലാഹു അൻഹു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ പലായന യാത്രയിൽ എത്ര ദൂരം നടന്നിട്ടുണ്ടാവും എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. നബി തങ്ങൾ സഞ്ചരിച്ചതിനേക്കാൾ 5 ഇരട്ടി ദൂരം സഞ്ചരിച്ചിട്ടുണ്ടാവും. മുന്നിലും പിന്നിലും ഓടുന്നത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ കരുതലാണ്. ഈ മാളത്തിനകത്തേക്ക്, ഈ ഗുഹയ്ക്കകത്തേക്ക് കയറുന്നതിന് മുമ്പ് നബിയെ അങ്ങയുടെ നിൽക്കൂ എന്ന് പറഞ്ഞ് അകത്ത് കയറി ആ അകത്തുള്ള എല്ലാ പൊത്തും അതൊക്കെ അടച്ച് നബി തങ്ങളെ കരുതലോടെ ജാഗ്രതയോടെ ഇങ്ങനെ കൊണ്ടുപോകുന്നത്, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹത്തിന്റെ ഒരു സന്ദർഭം നമുക്ക് അവിടെ ഇങ്ങനെ കാണാം. ഇനി ഉമർ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ വിശദീകരിക്കല്ല കേട്ടോ. ഉമർ റളിയല്ലാഹു അൻഹുവിനെ നിങ്ങളൊന്ന് സങ്കല്പിക്കും. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഒരു സന്ദർഭം, ഉമർ റളിയല്ലാഹു അൻഹു അർദ്ധരാത്രിയിൽ ഇങ്ങനെ നടന്നു പോവുകയാണ്. ഇങ്ങനെ നടന്നു പോകുന്ന വഴിയിൽ ഒരു ഉമ്മാമ പാട്ട് പാടുന്നത് കേട്ടു. അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചെല്ലും, ആ വീട്ടുമുറ്റത്തേക്ക് ചെല്ലും. അവിടെ എത്തുമ്പോഴേക്ക് പാട്ട് തീർന്നിട്ടുണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹുവിനെ കണ്ട് ഉമ്മാമ ചോദിക്കും, ആരാണ്? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഞാൻ ഖലീഫയാണ് എന്ന് പറയും, ഉമറാണ് എന്ന് പറയും. ഉമറിന് എന്താ അവിടെ കാര്യം?
ക്ഷമിക്കണം, ഞാൻ അങ്ങയുടെ കവിത കേട്ടിട്ട് വന്നതാണ്. വഴിയിലൂടെ നടന്നു പോകുമ്പോൾ നബിതങ്ങളെ കുറിച്ചുള്ള കവിത കേൾക്കുമ്പോൾ അങ്ങോട്ട് ആകർഷിക്കപ്പെടുക. ആ കവിത വീണ്ടും ഒന്ന് ചൊല്ലാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു കെഞ്ചി കെഞ്ചി പറയുക. ആ ഉമാമ ആ കവിത ചൊല്ലുക. മുറ്റത്തിരുന്നിട്ട് താടിരോമം നനയ്ക്കുന്ന രീതിയിൽ ഇങ്ങനെ കരയുക. ഒരു വലിയ ആൾ, ഒരു രാജ്യത്തിന്റെ ഖലീഫ നബിതങ്ങളെ കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ കരയുക. അബ്ദുല്ലാഹി ഇബ്നു അംർ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ കുറിച്ച് ആരെങ്കിലും ഇങ്ങനെ പറഞ്ഞാൽ മതി, പേര് കേട്ടാൽ മതി, അപ്പോഴേക്ക് കരയാൻ തുടങ്ങി. അപ്പോഴേക്ക് ഇങ്ങനെ കരയും. സൗബാൻ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ കാണാൻ ഇങ്ങനെ എപ്പോഴും കണ്ടുകൊണ്ടിരിക്കണം. നബിതങ്ങളെ ഇങ്ങനെ കണ്ടുകൊണ്ടേയിരിക്കും. കണ്ടിട്ടും പൂതി തീരുന്നില്ല. വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയാൽ ഉടനെ തിരിച്ചിങ്ങോട്ടന്നെ വരും. എന്നിട്ട് നബിതങ്ങളെ കണ്ട് വീണ്ടും വീട്ടിലേക്ക് പോകും. വീട്ടിലേക്ക് പോയാൽ പിന്നെയും അവിടെ നിൽക്കപ്പുറതി ഉണ്ടാവില്ല, പിന്നെയും വരും ഇതേപോലെ ഇങ്ങോട്ട്. അപ്പൊ ഇങ്ങനെ പല ആവർത്തി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കാണുമ്പോൾ നബിതങ്ങൾ ചോദിക്കും, സൗബാൻ എന്തേ വന്നത് എന്ന് ചോദിക്കും. സൗബാൻ റളിയല്ലാഹു പറയും, നബിയെ ഒന്നുമില്ല, ഞാൻ വെറുതെ അങ്ങയെ കാണാൻ വേണ്ടി ഇവിടെ വന്നപ്പോ തിരിച്ച് വീട്ടിലേക്ക് പോകണം. അവിടെ എത്തിയപ്പോ വീണ്ടും അങ്ങയെ കാണാൻ തോന്നി, അങ്ങനെ വന്നതാണ്. നബിയെ എനിക്ക് എപ്പോഴും അങ്ങയെ കാണണം, നബിയെ എനിക്ക് എപ്പോഴും അങ്ങയെ കാണണം. അപ്പൊ നബിതങ്ങള് സൗബാൻ റളിയല്ലാഹു അൻഹുവോട് പറയും, നിങ്ങൾ എന്നെ സ്നേഹിക്കൂ, നിങ്ങൾ എന്നെ സ്നേഹിച്ചാൽ സ്നേഹിതന്മാർ സ്വർഗത്തിൽ ഒരുമിച്ചുണ്ടായിരിക്കും എന്ന ആശ്വാസവാക്ക് പറയും. സൗബാൻ റളിയല്ലാഹു അൻഹു നബിതങ്ങളെ തുറന്ന് കാണും. ഇങ്ങനെ തുറന്ന് നബിതങ്ങളെ ഇങ്ങനെ കാണും. കണ്ടിട്ട് രണ്ട് കണ്ണും രണ്ട് കൈകൊണ്ട് ഇങ്ങനെ ചേർത്ത് വെച്ച് അടയ്ക്കും. അടച്ചിട്ട് അല്ലാഹുവിനോട് ദുആ ചെയ്യും, ഇനി സൗബാന് കാഴ്ച വേണ്ട, എന്റെ കാഴ്ച ഇപ്പോൾ തന്നെ എന്നിൽ നിന്ന് എടുത്തു മാറ്റണം എന്ന് അല്ലാഹുവിനോട് ആത്മാർത്ഥമായി നബിതങ്ങളെ സാക്ഷി നിർത്തിയിട്ട് സൗബാൻ റളിയല്ലാഹു അൻഹു ദുആ ചെയ്യും. ആ നിമിഷം സൗബാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാഴ്ച അപ്രത്യക്ഷമാവും. നോക്കൂ, നബിതങ്ങളെ കണ്ട ഈ കാഴ്ച കൊണ്ട് ഇതായിരിക്കണം എന്റെ അവസാനത്തെ കാഴ്ച എന്ന് വിചാരിച്ച് നടക്കുന്ന സഹാബി വര്യന്മാരെ നമുക്ക് കാണാൻ പറ്റും. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചിരുന്നില്ല കേട്ടോ. മക്കയിലായിരിക്കുന്ന സമയത്ത്, മക്ക ഫതഹിന്റെ സമയത്ത് അദ്ദേഹത്തിന് 17 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. ബാങ്ക് കൊടുത്തിട്ട് കളിയാക്കും. ഇത് നബിതങ്ങൾ അറിഞ്ഞു. നബിതങ്ങൾ അറിഞ്ഞപ്പോ അബൂ മഹ്ദൂറയെ നബിതങ്ങൾ വിളിച്ചു വരുത്തി. അപ്പൊ അബൂ മഹ്ദൂറയ്ക്ക് ആകെ പേടിയായി. ഇനി എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇത് വിളിച്ചു വരുത്തിയിരിക്കുന്നത് ആരുടെ അടുത്തേക്കാണ്? ബാങ്ക് കൊടുത്തതിന്റെ പേരിലാണ്, കളിയാക്കി ബാങ്ക് കൊടുത്തതിന്റെ പേരിലാണ്. നബിതങ്ങൾ ഇങ്ങനെ ചേർത്ത് പിടിച്ചു അബൂ മഹ്ദൂറയെ, കൈ നെഞ്ചിൽ തടവി, എന്നിട്ട് പറഞ്ഞു ബാങ്ക് കൊടുക്കാൻ പറഞ്ഞു. ബാങ്ക് കൊടുത്തു. നബിതങ്ങൾ ഒരു പ്രത്യേക സ്ഥാനം തന്നെ കൽപ്പിച്ചു നൽകി. ഇനി വിശുദ്ധ ഹറമിൽ ബാങ്ക് കൊടുക്കേണ്ടത് അബൂ മഹ്ദൂറയാണ്. തലയൊന്നേരെ തടവി കൊടുത്തു. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു. മക്കയിലെ ബാങ്ക് വിളിക്കാരനായി മാറി. അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് മുമ്പ് ഒന്ന് കുനിഞ്ഞാൽ തലമുടി നിലത്ത് തൊടുമായിരുന്നു. എന്തേ കാരണം പറയും? അന്ന് നബിതങ്ങൾ ഒന്നിങ്ങനെ തടവി. ആ തടവിയതിന്റെ ഭാഗമായി തന്റെ ഈ മുടിയിൽ നബിതങ്ങൾ ഒന്ന് തൊട്ടു എന്നതിന്റെ പേരില് നബിതങ്ങൾ സ്പർശിച്ച ഈ മുടി ഇനി മുറിച്ചു മാറ്റില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. ഇത് വെച്ചിട്ട് എനിക്ക് രക്ഷപ്പെടണം. അങ്ങനെ ഒന്ന് കുനിഞ്ഞാൽ നിലം മുട്ടുന്ന മുടിയുമായി ജീവിച്ച് ദീർഘകാലം ജീവിച്ച് ഇങ്ങനെ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹിച്ച സ്വഹാബി വര്യനാണ് അബൂ മദ്ഹൂറ റളിയല്ലാഹു അൻഹു. സ്വഹാബിമാർ ഇങ്ങനെയാണ് നബിയെ കണ്ടിരുന്നതും സ്വീകരിച്ചിരുന്നതും ഒക്കെ. നബി നിങ്ങളുടെ സമീപത്തിൽ നിന്ന് അവർക്ക് ഇങ്ങനെ പുറത്തു കടക്കാൻ പറ്റിയിരുന്നില്ല. സ്വാഭാവികമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചിട്ട് നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി, ആരാണ് നബിതങ്ങൾ എന്നതിന്റെ ഒരു ചിത്രം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. സൗന്ദര്യത്തിന്റെ ഏറ്റവും മികച്ച സൗന്ദര്യം, നമ്മുടെ കാഴ്ചയുടെ ഏറ്റവും മുന്തിയ രസം. ഇതിനേക്കാൾ മനോഹരമായ ഒരു കാഴ്ച നിങ്ങൾക്ക് ഇനി ഭൂമിയിൽ ലഭ്യമല്ല എന്ന് നിങ്ങൾ വിചാരിക്കുക. അവിടെ നിങ്ങൾ കണ്ണ് പറിക്കുമോ? നമുക്ക് അവിടുന്ന് കണ്ണെടുക്കാൻ കഴിയും. കാഴ്ചയുടെ ഏറ്റവും മനോഹരമായ ഒരു സൗന്ദര്യം ഇതാണ് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ശബ്ദത്തിന്റെ ഏറ്റവും മനോഹാരിത, ശബ്ദങ്ങളിലെ ഏറ്റവും മികച്ച ശബ്ദം അല്ലെ. നബി തങ്ങൾ പതുക്കെയാണോ സംസാരിക്കാറുള്ളത് എന്ന് ചോദിക്കും. അല്ല, പതുക്കെയല്ല. ഉച്ചത്തിലാണോ സംസാരിക്കാറുള്ളത്? അല്ല, ഉച്ചത്തിലും അല്ല. അപ്പൊ പിന്നെ എങ്ങനെയാ? പതുക്കെ സംസാരിച്ചാൽ ആരും കേൾക്കില്ലല്ലോ. അപ്പൊ എല്ലാവരും കേൾക്കാറുണ്ട്. അറഫ പ്രഭാഷണം, അവിടെ ലൗഡ് സ്പീക്കർ ഒന്നുമില്ല, മറ്റൊരാൾ വിളിച്ചു പറഞ്ഞതല്ല. അറഫ പ്രഭാഷണത്തിൽ അവിടെ തടിച്ചുകൂടിയ ലക്ഷക്കണക്കിന് വരുന്ന മുഴുവൻ സഹാബിമാരും നബി തങ്ങളുടെ പ്രഭാഷണം കേട്ടു. എങ്ങനെ കേട്ടു? ഉച്ചത്തിൽ അവരുടെ ചെവിയിൽ മുഴങ്ങിയോ? അല്ല, ഓരോരുത്തരോടും സംസാരിക്കുന്ന രീതിയിൽ അവർ നേർക്കുനേരെ വ്യക്തമായി നബി തങ്ങളുടെ ശബ്ദം അവർ കേട്ടു. അപ്പൊ നബി തങ്ങളുടെ ശബ്ദത്തിന്റെ വിശേഷമാണ് ഈ പറയുന്നത്. നബി തങ്ങളുടെ ശബ്ദത്തിന്റെ സൗന്ദര്യം
ഏറ്റവും മികച്ച ശബ്ദ സൗകുമാര്യത്തിന്റെ ഉടമയായ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ ചെവിയുടെ ആനന്ദം, കേൾവിയുടെ ആനന്ദം, കാവ്യ മനോഹരമായ നബി തങ്ങളുടെ പ്രയോഗ രീതി, ഹദീസുകളുടെ വിശേഷം തന്നെ എന്താണ്, എത്ര സാഹിത്യാത്മകമാണത്. അപ്പൊ സാഹിത്യം, നമ്മൾ ഏറ്റവും മനോഹരമായ ഒരു പ്രഭാഷണം നമ്മൾ അങ്ങനെ കേട്ടിരിക്കും. എന്തുകൊണ്ടാണ്? ആ പ്രഭാഷണത്തിന്റെ സൗന്ദര്യം കൊണ്ടാണ്. വാക്കിന്റെ സൗന്ദര്യമാണ് പ്രഭാഷണം എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ സൗന്ദര്യമാണ് സംഗീതം എന്ന് പറയുന്നത്. അപ്പൊ ശബ്ദത്തിന്റെ സൗന്ദര്യവും വാക്കിന്റെ സൗന്ദര്യവും സംഗീതവും കവിതയും സംഗീതവുമായി ഒഴുകുന്ന ഒരു ശബ്ദത്തെ നിങ്ങൾ കേൾക്കാൻ കൊതിച്ചുകൊണ്ടേയിരിക്കും. അത് കേട്ട് കേട്ട് നമ്മൾ മടുക്കൂല. അങ്ങനെയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശബ്ദം കേൾക്കാൻ വേണ്ടി അവര് ഇങ്ങനെ ജാഗരൂകരായി ഇങ്ങനെ കാത്തിരിക്കൂലേ. നബിതങ്ങളുടെ സുഗന്ധം, നബിതങ്ങളുടെ ഗന്ധം അതെങ്ങനെയായിരുന്നു? അനസ് റളിയല്ലാഹു അൻഹു പറയും, നബിതങ്ങൾ ഇങ്ങനെ ഒരു വഴിയിൽ നിന്ന് ഇങ്ങനെ പുറപ്പെട്ടാൽ നമുക്കറിയാം നബിതങ്ങൾ ആ വഴിയിൽ പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. എങ്ങനെ അറിയും? നബിതങ്ങളെ തഴുകി തലോടി കടന്നു വരുന്ന കാറ്റ് ഞങ്ങളോട് പറയും നബിതങ്ങളുടെ സുഗന്ധം. അപ്പൊ മുല്ല പൂത്താൽ നമുക്കറിയാം, പാല പൂത്താൽ നമുക്കറിയാം. ഓരോ പൂവിന്റെയും വിശേഷപ്പെട്ട ഗന്ധം കൊണ്ട് നമ്മൾ ആ പൂവിന്റെ സാന്നിധ്യം അറിയും എന്നതുപോലെ അല്ലാഹു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഴിയിലൂടെ നടന്നുപോയാൽ നബിതങ്ങളുടെ ഈ വിശേഷ ഗന്ധം അത് ഏതിനോട് സമനിൽക്കുന്നതാവും? അതിനെ ഒന്നിനോട് സമീകരിക്കാൻ പറ്റില്ല. അപ്പൊ വിശേഷപ്പെട്ട ഒരു ഗന്ധം, വിശേഷപ്പെട്ട സുഗന്ധം. അതുകൊണ്ട് ബീവി ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹ അത് ആ വിയർപ്പ് വടിച്ചെടുത്ത് അത് ആ സുഖം ഒരേ സമയം രണ്ട് കാര്യത്തിനാണ്. ഒന്ന് സുഗന്ധത്തിന് വേണ്ടി, രണ്ട് അത് ഔഷധമാണ്. ഇതൊന്നും നിഷേധിക്കുക സാധ്യമല്ല കേട്ടോ. ഇതൊക്കെ പരമമായ യാഥാർത്ഥ്യമാണ്. എങ്ങനെയാണ് സ്വഹാബിമാർ നബിതങ്ങളുടെ ഈ ശരീരത്തിന്റെ ശിഷ്ടങ്ങളെ കണ്ടിരുന്നത്? അതൊക്കെ ശരീരത്തിന്റെ ഭാഗം തന്നെയാണ്. അതുകൊണ്ട് യർമൂക്ക് യുദ്ധഭൂമിയിൽ വെച്ച് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിൽ യുദ്ധം കൊടുമ്പിരികൊണ്ടിരിക്കുന്ന സമയത്ത് ഖാലിദ് റളിയല്ലാഹു അൻഹു യുദ്ധഭൂമിയിൽ ഇങ്ങനെ പരതി നടക്കും. എന്തിനാ ഈ പരതി നടക്കുന്നത്? മുഖ്യ സൈന്യാധിപനാ. താഴെ ഇറങ്ങിയിട്ട് ഇങ്ങനെ പരതി നടക്കുന്നത് എന്തിനാ? അത് തലപ്പാവിനകത്ത് നിന്ന് പഴയ പിന്നെ ഈ പടയങ്കി പടത്തൊപ്പി താഴെ വീണുപോയി. ഈ പടത്തൊപ്പിക്ക് നെറുകയിൽ തിരുദൂതർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നെറുകയിൽ നിന്നെടുത്ത തിരുകേശം സൂക്ഷിച്ചു വെച്ചിരുന്നു എന്നാ. അതിനെക്കുറിച്ച് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു പറയും, ആ തിരുകേശം എന്റെ പടത്തൊപ്പിക്കകത്ത് വെച്ച് നടത്തിയ ഏത് യുദ്ധത്തിലും എനിക്ക് പരാജയം എന്നതിനെ കുറിച്ച് ആലോചിക്കേണ്ടി വന്നിട്ടില്ല. അപ്പം തന്റെ വിജയത്തിന്റെ, താൻ പങ്കെടുക്കുന്ന എല്ലാ സമരങ്ങളുടെയും വിജയത്തിന്റെ കാരണമായിട്ട് ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശത്തെ കാണുന്നു. അതുകൊണ്ട് യുദ്ധഭൂമിയിൽ ഈ ഉഗ്ര സംഘടനകൾക്കിടയിൽ ഈ തൊപ്പി വീണുപോയാൽ അത് തെരഞ്ഞു നടക്കണം. അത് തെരയാതെ തരയില്ല ആർക്ക്? ഖാലിദ് റളിയല്ലാഹു അൻഹുവിന്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു വിശന്ന് വയറ് കാളിയിട്ട് തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുന്ന സമയത്ത് പലരും തന്നെ ഇങ്ങനെ സൽക്കരിച്ചാൽ മതിയായിരുന്നു എന്ന രീതിയിൽ ഇങ്ങനെ കാത്തിരിക്കും വഴിയിൽ. ഒരു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കടന്നു പോകും, ഉമർ റളിയല്ലാഹു അൻഹു കടന്നു പോകും, ഉസ്മാൻ റളിയല്ലാഹു അൻഹു കടന്നു പോകും. മദീനയിൽ ക്ഷാമകാലമാണ്, ആ കാലത്താണ്. ഒടുവിൽ നബിതങ്ങൾ ഇങ്ങനെ കടന്നു പോകും. നബിതങ്ങൾക്ക് അറിയാം എന്തിനാണ് അബൂ ഹുറൈറ ഇവിടെ ഇങ്ങനെ വന്ന് നിൽക്കുന്നതെന്ന്. എല്ലാവരോടും സലാം, എന്താണ് വിശേഷം എന്ന് ചോദിക്കുന്നതിന് താല്പര്യം അറിയാം. അബൂ ഹുറൈറയെ നബിതങ്ങൾ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ട് വീട്ടിൽ വെച്ച് സൽക്കരിക്കും. അപ്പൊ അങ്ങനെ സൽക്കരിക്കുമ്പോൾ സൽക്കാരൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരിക്കൽ ഒരു ഈത്തപ്പഴ കിട്ടിയപ്പോ നബിതങ്ങളുടെ കയ്യിൽ ഈത്തപ്പഴം കൊണ്ടുപോയി കൊടുത്തു അബൂ ഹുറൈറ റളിയല്ലാഹുവിന്റെ കയ്യിൽ നിന്ന് ഈ ഈത്തപ്പഴം നബിതങ്ങളെ ഇങ്ങനെ നെഞ്ചത്തോട് ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് അതിലൊന്ന് ഊതിയിട്ട് അത് അങ്ങോട്ട് കൊടുത്തു. അത് അദ്ദേഹം ഒരു തുകൽ സഞ്ചിയിലാക്കിയിട്ട് ഇങ്ങനെ തന്റെ മടിയിൽ സൂക്ഷിച്ചു വെച്ചു. എന്നിട്ട് ആവശ്യം വരുന്ന സമയത്തൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അതിൽ നിന്ന് ഓരോന്നെടുത്തിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കുമായിരുന്നു. അത് ഒരിക്കലും തീർന്നില്ല, അതൊരു അക്ഷയ പാത്രമായി കൊണ്ടു നടന്നു. ഇനി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കരഞ്ഞു പറയുന്ന, സങ്കടത്തോടു കൂടി പറയുന്ന ഒരു രംഗമുണ്ട്. ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കലാപകാലത്ത് ഉസ്മാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ട സമയത്ത് ആ സന്ദർഭത്തിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇവിടെ മുഴുവനും ഇങ്ങനെ പരതി നടക്കുകയായിരുന്നു. ഒടുവിൽ അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കൂടെയുള്ള അനുചരന്മാരോട് പറഞ്ഞു, നിങ്ങൾക്കൊക്കെ ഒരു ദുഃഖമാണുള്ളത്, എനിക്ക് രണ്ട് ദുഃഖമുണ്ട്. ഒന്ന് അമീറുൽ മുഅ്മിനീൻ ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വധിക്കപ്പെട്ടു എന്നൊരു ദുഃഖമുണ്ട്. എന്തിനോടാ ചേർത്ത് വെച്ചിരിക്കുന്നത് നോക്കട്ടോ. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ വധത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു. അസ്സലാമു അലൈക്കും.